അപ്പൊ നമ്മളെ കാബേജും കോളിഫ്ലവറും ഒക്കെ നട്ടുകൊടുക്കാനുള്ള സ്ഥലത്തിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസം മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഇതിന് നിലമൊക്കെ റെഡിയാക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ കുഴി എടുക്കുന്നവരെയൊക്കെ പറഞ്ഞു. അപ്പൊ കുഴികളൊക്കെ എടുത്തു കഴിഞ്ഞ് അതിലൊക്കെ ജൈവവളം ഇട്ടിട്ടുണ്ട്. നല്ല ആട്ടിൻകാഷ്ടം, ഒരു പിടി വെച്ചിട്ട് ആട്ടിൻകാഷ്ടം എല്ലാ കുഴിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നലത്തെ നാസർ ഖാന്റെ പണി ഇത് തീർക്കായിരുന്നു. ശേഷം വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് തീർന്നിട്ടുണ്ട്. ഇനി കുറച്ചെന്താ അതാ ആ മൂലയിൽ കുറച്ചുണ്ട്. അപ്പൊ അതിന് മുന്നേ ഇപ്പൊ നട്ടു കൊടുത്തിട്ട് ഇനി ബാക്കി സ്ഥലമൊക്കെ റെഡിയാക്കേണ്ടുള്ളൂ. പിന്നെ ഇന്നലെ നമ്മള് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. കുറെ കാലത്തിന് ശേഷം ഉമ്മയും ഞാനൊക്കെ ഒന്ന് പുറത്തു പോയി. ഞങ്ങളങ്ങനെ രണ്ടാളും ഒരുമിച്ച് പോകലില്ല. ഒന്നില്ലെങ്കിൽ ഉമ്മ പോകും, ഒന്നില്ലെങ്കിൽ ഞാൻ പോകും. അപ്പൊ കുടുംബത്തിലെ കല്യാണമൊക്കെ ഉണ്ടായതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത കല്യാണമായിരുന്നു. അപ്പൊ നമ്മള് എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. ചെറിയൊരു ടൂറായിട്ടാണ് പോയതാ. നമ്മൾ പോയത് നമ്മൾ ചുരക്ക് ഇറങ്ങിയിട്ടാട്ടോ. നമ്മള് വയനാട്ടിൽ നിന്ന് വിട്ട് ചുരക്ക് ഇറങ്ങി കോഴിക്കോട് ജില്ലയിൽ പോയി. കോഴിക്കോട് മുക്കത്തായിരുന്നു കല്യാണമൊക്കെ. വരുന്ന സമയത്തൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഒരു വലിയ മഴയല്ല, ലൈറ്റ് ആയിട്ടുള്ള മഴ കിട്ടി. കുറേ ശേഷം നമ്മൾ മഴ ഒന്നും വരുന്നത്. അപ്പൊ ഞാൻ നാസർ ഖാനെ വേഗം വിളിച്ചു വെച്ചു, ഇവിടെ മഴ ഉണ്ട്. അപ്പൊ നാസർ ഖാൻ ഇവിടെ ചാർന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നല്ല സന്തോഷത്തിലാണ് വന്നത്. ഉമ്മ പറഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ നാളെ തൈകളൊക്കെ നട്ടു കൊടുക്കാം, കണ്ടില്ലേ. അപ്പൊ നല്ല ഒരു നനവും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഈ കുഴിയിലൊക്കെ വേഗം വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ അറിയുന്നത് മഴ ഒന്ന് ചാറിയേ പോയിട്ടുള്ളൂ, വലിയ മഴയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഇന്ന് നടാന്ന് വെച്ചാൽ നടലൊക്കെ മാറ്റി വെച്ചു. കണ്ടില്ലേ മണ്ണൊക്കെ നോക്ക് ഉണങ്ങി നിൽക്കുക. ഞാൻ പറഞ്ഞിട്ട് ഒന്ന് നനച്ചിട്ട് വിടുന്നത്. നനയ്ക്കാത്ത വേറൊന്നുമില്ല, നമ്മൾ പടുതയിലെ കുറച്ച് വെള്ളം കുറവായതുകൊണ്ട് മഴ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടി കഴിഞ്ഞിട്ട് ശേഷം നട്ടു കൊടുക്കാന്ന് വെച്ചാൽ. അപ്പം ഇന്നൊരു ചാൻസ് ഉണ്ട്, ഇന്ന് ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ മഴ പെയ്യും. എന്നാലും നോക്കിയിട്ട് കാര്യമില്ല. തൈകൾ ഞാൻ പറഞ്ഞില്ല ട്രയൽ വെച്ചിട്ട് കേടാവാനായിട്ടുണ്ട്. കേടാവില്ല, വളർച്ച മുരടിച്ചു പോകുന്നുണ്ട്. നമുക്കിത് നനച്ചു കൊടുക്കാം. എന്തായാലും നടാനുള്ളൊരു നനവ് നനക്കാം. പിന്നെ മഴ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ സംവിധാനം വെള്ളം കുറച്ച് കൂടുതൽ നനയ്ക്കേണ്ടൊക്കെ വരും. ഇന്ന് ചെയ്ത് കണ്ടില്ല, നമ്മളെ സ്പ്രിംഗ്ലറുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞതിന് മുന്നത്തെ വർഷമൊക്കെ സെറ്റ് ചെയ്ത സ്പ്രിംഗ്ലറുകളാണ്. അപ്പോൾ ഓരോ വർഷം നമ്മൾ നനയ്ക്കുന്ന ഇതുവരെ ഇപ്രാവശ്യം ഇതിൽ നനച്ചിട്ടില്ല, മഴയൊക്കെ അല്ലായിരുന്നോ. അപ്പോൾ നനയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഇന്നത്തെ പണി ഇതാണ്ടില്ല, ഈ സ്പ്രിംഗ്ലറുകളൊക്കെ ഒന്ന് ഊരണം. ചിലപ്പോൾ മോട്ടർ ഇട്ടാലും ഇതൊന്നും വർക്ക് ചെയ്യില്ല. ഇതിനൊക്കെ ചെറിയ ഹോളും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ ഇതിലൊക്കെ ഉണ്ട്. ഇതാ കാണിച്ചു കൊടുക്കുക. 8 കാലിയൊക്കെ നല്ല പണി തരും. ഇതിൻ്റെ ഉള്ളുണ്ട് അടഞ്ഞു കിടക്കുക. ചിലപ്പോൾ മോട്ടർ ഇടുമ്പോൾ ഒറ്റ സ്പ്രിംഗ്ലറും വർക്ക് ചെയ്യില്ല, ചിലത് കറങ്ങാതെ വരും. അപ്പം എല്ലാത്തിലും ഇതൊക്കെ ഒന്ന് കുത്തി ക്ലീൻ ചെയ്യണം. താനിപ്പോൾ എന്താ എടുക്കുക? അരിനെല്ലിക്കര കമ്പുണ്ട്, ചെറിയ കമ്പ് മതി. ഇതൊക്കെ എന്താ ഇങ്ങനെ ഒന്ന് നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താലേ ചിലയിലൊക്കെ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. കടന്നലൊക്കെ നിൽക്കുക, ശ്രദ്ധിക്കണം. കടന്നലൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ടാവും. നല്ല സുഖമല്ലേ, ഇങ്ങനത്തെ ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ എല്ലാത്തിലും. പിന്നെ ഇതിൽ ഞങ്ങൾ അന്ന് ചെയ്ത സമയത്ത് ചില സ്ഥലത്ത് കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു, ചില സ്ഥലത്ത് ഇൻസുലേഷൻ ഒക്കെ അങ്ങനെ അടിച്ചു കൊടുത്താൽ. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കേബിൾ ടൈ കെട്ടി കൊടുക്കണം. അപ്പൊ കെങ്ങയുടെ മാറിയൊക്കെയാണ് വീട്ടിൽ എഴുതാൻ പഠിച്ചിട്ട്. കെങ്ങി വന്നിട്ടുണ്ട് രാവിലെ സഹായിക്കാനൊക്കെ. കെങ്ങന്ന് തൈയൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ കെങ്ങൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്, നമുക്ക് എല്ലാവർക്കും കൂടെ നട്ടൊക്കെ കൊടുക്കരുത്. പിന്നെ തൈ നടലൊക്കെ രാവിലെ ചെയ്യണമായിരുന്നു. ഇപ്പം കുറച്ച് സമയം ആയിട്ടുണ്ട്. അപ്പം നനച്ചിട്ട് ഇനിയിപ്പം നാളെ നട്ടുകൊടുക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് ഈ പണികളൊക്കെ ഒന്ന് ഒപ്പിച്ച് വെക്കണം. ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. നമുക്ക് 12 എണ്ണ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിൽ നമുക്കൊരു 12 അല്ലേ 15 ഉണ്ടല്ലോ ആ സൈഡിലും ഉണ്ടല്ലേ. ഇവിടെ 12ഉം ആ സൈഡിൽ ഒരു 3 വരുന്നത്. മൊത്തം 15 സ്പ്രിംഗ്ലറാണ് നമ്മൾ ഒരേ സമയം വർക്ക് ചെയ്യിക്കുക കേട്ടോ. നമ്മൾ 1 HP മോട്ടറിലാണ്. അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. എന്തായാലും മോട്ടറൊക്കെ ഓൺ ചെയ്യണല്ലോ ഇപ്പോൾ. അപ്പൊ എങ്ങനെ വേഗം എടുക്ക്. റെഡി ഉണ്ട്. ഇതിങ്ങനെ ഇടയ്ക്ക് ഊരിയെടുക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുഖത്തൊക്കെ അതിൻ്റെ കുഞ്ഞുങ്ങൾ പറയുന്നത്. നല്ല വെയിലാ, വീഡിയോ എടുക്കാനും പിന്നെ നടക്കാനും കുറച്ച് പണിയാണ്. നമ്മൾ ഇങ്ങനെ ഏരിയയിലൊക്കെ കുഴി എടുത്തോണ്ടേ മണ്ണിങ്ങനെ തട്ടി കഴിഞ്ഞാൽ കുഴി മൂടിപ്പോകും. അത് ശ്രദ്ധിച്ച് വേണം നടക്കാനും. പിന്നെ ഡ്രൈ നോക്കി, ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട്. ഈ ഡ്രൈ ആകുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് തൈകൾ വെച്ചു കൊടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ മണ്ണ് ചുടലും വെച്ചു കൊടുക്കണം. തൈ നടുന്ന സമയത്ത് എന്തായാലും കുറച്ച് മണ്ണ് വെച്ചു കൊടുക്കണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊന്നും ഇടട്ടെ കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2-3 വെച്ചു കൊടുക്കാം. അപ്പോൾ കേബിൾ ടൈ ഇങ്ങനെ വെച്ചിട്ട് ഒക്കെ ഉണ്ടെങ്കിൽ വെച്ചോളൂ കേട്ടോ. എങ്ങനെ പണി എടുത്തന്നതാ അല്ല ടൈറ്റായി നിന്നോളൂ. ഇത് അന്ന് ചെയ്യേണ്ട പണിയേനു. അന്ന് കൊണ്ടുവച്ചിട്ട് കുറേ ആയി. ഇപ്പം പറഞ്ഞില്ല, കഴിഞ്ഞ വർഷം കേബിൾ ടൈ ഒക്കെ കെട്ടണമെന്ന് വെച്ച് കൊണ്ടുവച്ച് പിന്നെ സമയം കിട്ടിയില്ല. പിന്നെ ഇത് വീണിട്ടില്ല. ഇൻസുലേഷനിൽ നിന്നിട്ട് അത്രയൊക്കെ ഇടയ്ക്കൊന്ന് വിട്ടിട്ട് ഇത് പിന്നെ നമ്മൾ കാല് നമ്മൾ കൊടുത്തിട്ട് നല്ല ഇതാ നമ്മൾ കോൺക്രീറ്റിന്റെ കമ്പി കഷ്ണം കേട്ടോ. അത് അടിച്ച് ആത്തിയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് എടുത്ത് മാറ്റി എങ്ങനെ ഒന്ന് സൈഡിൽ നിന്ന് എടുക്കുക. ഒന്നുകൂടെ എടുത്തോ, നമുക്കൊരു 3 കൊടുക്കാം. കാല് നമ്മളിത് പോവില്ല. ഇപ്പം ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് കേബിൾ ടൈം കൂടെ അടിച്ചു കൊടുത്താൽ സംഭവം സെറ്റായി. പിന്നെ എല്ലാത്തിലും ചെയ്യാം. നമ്മളെല്ലാം കാണിക്കാൻ കുറേ സമയവും. വേഗം ഞങ്ങൾ എന്ത് ചെയ്യുക, ഈ 15 സ്പ്രിംഗ്ലർ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. ഒക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ട് റെഡി ആക്കിയിട്ട് ഇനി മോട്ടറിൻ്റെ അടുത്ത് വേറെ പണി ഉണ്ടാവും. നമ്മൾ കുറേ മോട്ടർ വർക്ക്, നല്ല കാറ്റുണ്ടല്ലോ, മോട്ടറൊക്കെ വർക്ക്. മഴ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ കാറ്റ് കൊണ്ട് എന്തായാലും മഴ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും. മഴ പെയ്തുണ്ടല്ലോ അടിപൊളി. മണ്ണിങ്ങനെ ഇതുപോലെ ആവുന്ന മഴ പെയ്തിട്ടിയാൽ നമ്മൾ കൊത്തിയിട്ടാണ് ഇങ്ങനെ പൊടിയായി കിട്ടും.
അപ്പൊ നടാനും വേരോടാനൊക്കെ നല്ലതാണ് മണ്ണ് പൊടിഞ്ഞു കിട്ടിയാൽ. വേഗം ചെയ്യട്ടെ ഞങ്ങള് ചെയ്തിട്ട് ഇനി നമുക്ക് മോട്ടറിന്റെ അടുത്തോട്ടൊക്കെ പോവാ. എത്ര ബുദ്ധിമുട്ടിയിട്ടറിയാം ഞങ്ങൾ ഈ പച്ചക്കറിയൊക്കെ നട്ടുണ്ടാക്കുന്നത്. പറയാനുള്ള കാരണം ഇങ്ങോട്ട് നോക്ക്. തെങ്ങയാണ് കാണിച്ചു തന്നത്. തെങ്ങിനോട് ഞാൻ ഈ പൈപ്പ് മാറ്റാൻ പറഞ്ഞപ്പം തെങ്ങ് പറയുന്നത് മത്തം കഴിച്ചിട്ടുണ്ട്. കുരങ്ങ് രാവിലെ വന്ന് കഴിച്ചു പോയതാ. ഇവിടെ വലിയ അത്യാവശ്യം തെറ്റില്ലാത്തൊരു മത്തനാ. നമ്മൾ കണ്ടില്ലേ ഏരിയെടുത്ത സമയത്തൊക്കെ മത്തന്റെ ചോടുള്ളതുകൊണ്ട് അത്രയും ഭാഗം ഒഴിവാക്കിയതാ. ഇവിടെയുണ്ട്, 2 സൈഡിലുണ്ട് കേട്ടോ. നമ്മൾ നട്ടുകൊടുത്ത മത്തം തന്നെയാണ്. പിന്നെ നമ്മൾ എന്തായാലും ഇപ്പൊ കാഴ്ചയൊക്കെ തുടങ്ങിയതുകൊണ്ട് എന്തായാലും കളയണ്ട, അവിടെ നിന്നോട്ടെ എന്ന് വെച്ച് നിർത്തിയതാണ്. പ്രാവശ്യം പറഞ്ഞാൽ മഴ കൂടുതലായതുകൊണ്ട് ലാസ്റ്റാണ് നമുക്ക് മത്തനൊക്കെ കാഴ്ച തുടങ്ങിയത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച മത്തൻ വിളവെടുക്കുന്നതിന്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അത്യാവശ്യം നല്ല വിളവായിരുന്നു. അത് നമ്മൾ കുരങ്ങ് കാണാത്ത നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തായിരുന്നു ചെയ്ത്. നമ്മൾ വൈക്കോലൊക്കെ വെക്കുന്ന ഷെഡിന്റെ മുകളിൽ അവിടെ കാപ്പിച്ചെടിയിലൊക്കെ ആയിട്ട് പടത്തിയിട്ട് കുറേ ആളുകൾ നമുക്ക് ഇതിന്റെ വിത്തൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്നലെയും കമന്റുകളൊക്കെ വന്നു, നമുക്ക് വിത്ത് തരും. എങ്ങനെ വിത്തൊക്കെ തരിക ഞങ്ങൾ? വിത്താവാനൊക്കെ വേണ്ടി നിർത്തുന്ന മത്തന്റെ അവസ്ഥ. അപ്പൊ നമുക്ക് എന്തായാലും അതിൽ ഒരു മത്തന് ഇപ്പൊ കുറച്ച് 2-3 ചെറുത് മൂപ്പായതൊക്കെ ഉണ്ട്. ഇനി എന്തായാലും പറിച്ചു കൊണ്ടുപോകും. നിർത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും ഇവന്മാർ ഇനി കണ്ട സ്ഥിതിക്ക് ഇനി വന്ന് കൊണ്ടുപോകും. ഇനിയിപ്പോ ക്യാബേജും കോളിഫ്ലവറും നട്ടാലെന്ന അവസ്ഥ പറയുമ്പോൾ ഒരാൾ കാവല് നിൽക്കണം ഇവിടെ. എന്തൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാക്കുന്ന ജീവി. പന്നീനൊക്കെ നമുക്കൊരു പരിധി വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, കുരങ്ങിനെ കൊണ്ട് ഒരു രക്ഷയില്ല. ഇപ്പൊ നമ്മളിതാ ഇവിടെ ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇതും കൂടെ കെട്ടിയിട്ട് വേഗം ചെയ്യാൻ മതി. മോട്ടറിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഒന്ന് ചടച്ചു പോകുന്നുണ്ട് നമുക്കിങ്ങനെ ഇത്രയും റിസ്ക് എടുത്തൊക്കെ വരുമ്പോൾ ആ മത്തനൊക്കെ ഒന്ന് സെറ്റായി കിട്ടി. ഞാൻ പറഞ്ഞു കമന്റ് ഇവിടെ ചോദിച്ചാൽ കുറച്ച് വിത്തൊക്കെ ആക്കിയിട്ട് കൊടുക്കാന്നൊക്കെ വിചാരിച്ചു. ഒരാൾ വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളോട് ഇങ്ങനെ വിത്ത് തരും. അപ്പൊ എല്ലാവരും ഞാൻ ഏറ്റിട്ടുണ്ട്. എന്നാലും നമുക്ക് മുൻഭാഗത്തുള്ളതിലുണ്ട്. എന്നാലും ഇതാണ് അവസ്ഥ എന്ന് പറയാം. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃഷി ചെയ്യാനൊക്കെ അങ്ങനെയല്ല, ഒരു ചടച്ചു പോകും. ഈ പൊരി വെയിലും കൊണ്ടിട്ടാണ് ഞങ്ങൾ ഈ പണികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ട് ഞങ്ങളോട് പറയല്ല, ഇങ്ങനെ അവസ്ഥകളും കൂടെ എല്ലാവരും ഒന്ന് അറിയണം എന്ന് പറയാം. അപ്പൊ പൈപ്പിലൊക്കെ നമ്മൾ കേബിൾ ടൈ കെട്ടിക്കഴിഞ്ഞ് ഇനി മോട്ടർ ഓൺ ചെയ്താൽ പൈപ്പിന് എവിടെയെങ്കിലും പൊട്ടുണ്ടോന്ന് അറിയുള്ളൂ കേട്ടോ. ഇതേ പറയുന്ന നല്ല കളകളായിരുന്നു ഇടയ്ക്കൊക്കെ. കളകളൊക്കെ മാറ്റി ചെത്തി ഇങ്ങനെ ആക്കിയപ്പോൾ എന്തായാലും കൈക്കോട്ട് പണി എടുക്കുന്നതാണ്. ഇതുപോലെ പൈപ്പൊന്നും കറക്റ്റ് കാണണമെന്ന് അറിയില്ല. അപ്പൊ ചിലതിനൊക്കെ കൈക്കോട്ട് തട്ടി മാക്സിമം തട്ടാതെ തന്നെയാണ് അപ്പോട്ടിനും നാസർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നാലും അറിയില്ല, ചിലപ്പോൾ കൈക്കോട്ടൊക്കെ തട്ടിപ്പോവും. അപ്പൊ നമുക്ക് ഇനി മോട്ടർ ഓൺ ചെയ്ത് എവിടെയും പൊട്ടുണ്ടെങ്കിൽ അതെന്തായാലും നമ്മൾ പൈപ്പ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യണം. അതാണ് നമ്മൾ ഓപ്പൺ ആക്കി അടിച്ചതന്നെ പെട്ടെന്ന് ഇങ്ങനെ കാണാനൊക്കെ. അടിയിലൂടെ അടിച്ചാൽ ഭയങ്കര പണി, കൈക്കോട്ട് പണി തീരെ നടക്കൂല. നമുക്ക് എന്തെങ്കിലും മോട്ടറിൽ പോകാം. മോട്ടറിൽ വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കി ആദ്യം സ്റ്റാർട്ട് ചെയ്തൊക്കെ ഇനി അത് വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. നമ്മളല്ലേ 1 വർഷത്തിന്റെ അടുത്തായി. കഴിഞ്ഞ മെയ്യിൽ നമ്മൾ മോട്ടർ നിർത്തി വെച്ചല്ലേ നനയ്ക്കല്. മെയ്യിലല്ല, ഇപ്രാവശ്യം നേരത്തെ മഴ ആയതുകൊണ്ട് ഏപ്രിലിന് ശേഷം ഒന്നും വല്ലാതെ നമ്മൾ നനച്ചിട്ടില്ല. പിന്നെ ഇവ അങ്ങോട്ട് പോയിട്ട് നമുക്ക് മോട്ടറിന്റെ അടുത്തോട്ട് പോവാം. പടുതേന്റെ അടുത്താണ് മോട്ടർ ഉള്ളത്. ഇനി അതിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിച്ച് സെറ്റാക്കാം. ചിലപ്പോൾ വീട്ടുവാൽവിലൊന്നും വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ പടുതേന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മഴ പെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച എന്താ അറിയോ, നമ്മൾ പടുതയിലെ വെള്ളം കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ചും കൂടെ നമ്മളിതൊക്കെ നനയ്ക്കാൻ എടുത്തു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കുറയുള്ളൂ. ആ സമയത്ത് ഇനിയിപ്പോ വെള്ളത്തിൽ ഓക്സിജൻ പോയി കഴിഞ്ഞാൽ വരാലിന് കുഴപ്പമില്ല, ചിലപ്പോൾ നമ്മുടെ തിലോപ്പിക്ക് ചിലപ്പോൾ പണി കിട്ടും. അത് പേടിച്ചിട്ടാണ് എങ്ങനെയും മഴ പെയ്യട്ടെ എന്ന് വെച്ചാൽ. അപ്പം മഴനെ ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ല. നമുക്ക് നമ്മളെ വലിയ മോട്ടർ 2 ദിവസത്തിനുള്ളിൽ ഇറക്കണം. വലിയ മോട്ടർ വെച്ചിട്ട് നമ്മൾ പുഴയിൽ നിന്ന് പമ്പ് ചെയ്തിട്ട് വേണം നമ്മളെ പടുതാക്കുളം നിറയ്ക്കാനായിട്ട്. അപ്പൊ നമ്മള് ഈ RHP മോട്ടർ മാറ്റി വെക്കട്ടെ. മോട്ടറിന്റെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല, വർക്ക് ചെയ്യാൻ പറഞ്ഞില്ല. സ്വിച്ച് ഒക്കെ ഇട്ടൊക്കെ അറിയാം വർക്ക് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം ഒഴിച്ച് വെക്കണം. നമ്മളൊരു നെറ്റ് ഇങ്ങനെ കെട്ടി വെച്ചിരുന്നു. എന്താ വെച്ചാൽ ഈ പടുതേന്ന് ഇങ്ങനെ ഇലകളും ചണ്ടികളൊക്കെ കയറി പോകുന്നതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്പ്രിംഗ്ലർ അടഞ്ഞു പോകും. അപ്പൊ നെറ്റൊക്കെ കെട്ടി വെച്ചാൽ ഇത്ര വെള്ളമുള്ളൂ, കണ്ടില്ലേ? ഈ ഒരു ഹൈറ്റിലെ വെള്ളമുള്ളൂ. അപ്പൊ നമ്മൾ കുറച്ചേരൊക്കെ സമയം ഇട്ടുമ്പോഴത്തേക്കും പടുതത്തെ വെള്ളം കുറഞ്ഞു. അപ്പൊ ബക്കറ്റിൽ വെള്ളം ഞാൻ നേരത്തെ കൊണ്ടുവച്ചിരുന്നു. എന്തായാലും ഒരു പണി ഉണ്ടാവുന്നില്ല, നമ്മളെ കൂട്ടുവാൽവ് നിറച്ചു കൊടുക്കണ്ടേ. എന്തായാലും വെള്ളത്തിന്റെ അളവൊക്കെ അല്ല, കൂട്ടുവാൽവ് വെള്ളമൊക്കെ ഒഴിഞ്ഞു പോയിണ്ടാവും. ഇങ്ങനെ കുത്തനെ പിടിച്ച് ഒഴിച്ചാലും മതി. പിന്നെ അധികം ലെങ്ത് ഒന്നും ഇല്ലല്ലോ. ഇനി ഒന്ന് കയറി കിട്ടണം. വേഗം നമ്മൾ പുഴയത്തെ മോട്ടർ ഇറക്കിയിട്ടില്ലെങ്കിൽ പണി കിട്ടും. ഈ ലെവലിലൊക്കെ വെള്ളം നിറച്ച് വെച്ചാൽ നമുക്ക് ഒരാഴ്ചയൊക്കെ ഈ ഒരു ലെവൽ കണ്ടില്ല, ഇത്രയൊക്കെ വെള്ളം നിറച്ച് വെച്ചാൽ നമുക്ക് ഒരാഴ്ച വരെ നനയ്ക്കാനുള്ള വെള്ളം ഉണ്ടാവും. നമ്മൾ അടുപ്പിച്ചൊന്ന് സ്പ്രിംഗ്ലർ ഇടില്ല, ഒരു 1.5 വിട്ടും പിന്നെ വൈകുന്നേര സമയങ്ങളിലൊക്കെ നനച്ചു കൊടുത്താൽ ഒരു വട്ടം നനച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നനവ് വന്നോളും. ഇത് നല്ല മഴ ഇല്ലാതെ ഡ്രൈ ആയി പോയതാണ്. ഇപ്പൊ ഈ നനയ്ക്കുന്നൊക്കെ നമ്മൾ കുറച്ച് സമയം നനയ്ക്കേണ്ടി വരിക. വെള്ളം ഒഴിച്ചിട്ട് വേഗം നമുക്ക് മോട്ടർ ഇട്ട് നോക്കാം. എന്താണ് അറിയാത്തത്, ഉള്ളിലോട്ടല്ലേ പോകുന്നത്. കുറച്ച് പുറത്തോട്ട് പോകുന്ന ഞാൻ പറയല്ലോ, ഈ നെറ്റ് കെട്ടിയതുകൊണ്ട് ആവുന്നുണ്ട്, വെള്ളം ആവുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയൊക്കെ മഴ പെയ്ത സമയത്തേ ഈ മഴ ഒന്ന് മാറി കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞിട്ട് മഴനെ ഒന്ന് പ്രാഗീനി ഞാൻ. അപ്പൊ തന്നെ ഉമ്മ പറഞ്ഞതാണ് ഇതിന് ഈ കേരിക്കേണ്ടി വരും, ഒരിക്കലും നമ്മള് പഠിച്ചോൻ തരുന്നതാണ്. കാലാവസ്ഥയിൽ ഇങ്ങനെ മഴയും വെയിലൊക്കെ തരും. അപ്പൊ അതിനൊന്നും പറ്റിയെന്ന് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞാൽ പറഞ്ഞതിനിപ്പോ ഞാൻ അനുഭവിക്കുക. കണ്ടില്ല, ഒന്ന് മാറി നിന്നപ്പോൾ അവസ്ഥ എങ്ങനെയായി. ഇപ്പൊ മഴ പെയ്യാൻ വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുക. അതാണ് നമ്മൾ ഒരിക്കലും നമ്മൾ
എന്താ ചെയ്യാ, ഇതൊക്കെ കറക്റ്റ് നമുക്ക് ദൈവം തരുന്നതെന്നൊക്കെ പറയില്ല. കറക്റ്റ് കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വെയിലും മഴയൊക്കെ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് തന്നെ തരുന്നതാണ്. അതിനപ്പം ഇതൊന്ന് കൂടിയിട്ട് ഒന്നിനെ നമ്മളിങ്ങനെ ഒരിക്കലും പ്രാകരുത്. അതെനിക്കൊരു പാടായി. ഉമ്മ പറഞ്ഞത് കറക്റ്റ് ആയി എന്നറിയോ. നമ്മൾ സ്വിച്ച് ഇട്ടൊക്കെ തന്നെ മോട്ടർ സ്റ്റാർട്ടായി കിട്ടിയിട്ടുണ്ട്. അതിന് പ്രശ്നം വന്നിട്ടില്ല. വെള്ളം കയറുന്നുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും നല്ല വളമുള്ള വെള്ളം അയക്കുന്നത് എന്താ പറയില്ലേ, വെള്ളം മാറ്റാനും ആയിട്ടുണ്ട്. പുതിയ വെള്ളമൊക്കെ കിട്ടിയിട്ട് കുറച്ചായാലും മഴ പെയ്തിട്ട് തന്നെ ഗ്യാപ്പ് വന്നല്ലോ. അപ്പൊ നല്ല പച്ച വെള്ളമാണ്. അമോണിയ ഏറ്റവും കൂടുതൽ ഉണ്ടാവും. നല്ല വളമാണ് കേട്ടോ. ഇത് ശരിക്കും പച്ചക്കറി നട്ടിട്ടായിരുന്നു അടിച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മൾ പുഴയത്തെ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ ഈ അമോണിയ കുറച്ചുകൂടെ കുറഞ്ഞു പോകും. അപ്പൊ അതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല സെറ്റാണ് അല്ലേ. എല്ലാത്തിനും അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ക്ലീൻ ചെയ്തുകൊണ്ടുള്ള ഗുണം പൈപ്പ് പൊട്ടിയിട്ടില്ല കേട്ടോ. ആദ്യം നോക്കിയതാ സമാധാനം ഉണ്ട്. എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ രണ്ടെണ്ണം അടഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ ഒന്നും കൂടെ ഇതിൽ കരട് വന്നിട്ടുണ്ടാവും. ഇരട്ടിപ്പണിയൊന്നും കിട്ടിയിട്ടില്ല. എന്താ വെച്ചാല് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് ഒട്ടിക്കാൻ നിൽക്കേണ്ടി വരും. ഇനി നമ്മൾ ഈ മുറിഞ്ഞ സാധനം ഏച്ചു കൂട്ടലുണ്ട്, കുറച്ച് പണിയുള്ള കാര്യമാണ്. അപ്പൊ നല്ല നനയുന്നുണ്ട്. ഇപ്പൊ തന്നെ സ്മെല്ലുണ്ട്. കുഞ്ഞോളം പറയുന്നുണ്ട് ഈ ഇങ്ങനത്തെ മണ്ണിലെ നനവട്ട് നമ്മൾ പുതുമഴ ചെയ്യുമ്പോൾ മണം ഉണ്ടാവില്ലേ, ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന സമയത്ത് മഴ ചെയ്താൽ ആ ഒരു മണം നല്ല മണ്ണുമ്മ തട്ടിയിട്ടില്ല. അതൊരു പ്രത്യേക ഫീൽ ആയിട്ടാ മണ്ണിന്റെ ആ സ്മെല്ല്. ഇപ്പതാ നല്ല സെറ്റാ. മീനും മണക്കുന്നതാണ്. വെള്ളം ഡിലോപ്പിയൊക്കെ ഇളകിയിട്ട് നല്ല സ്മെല്ലുണ്ട്. പക്ഷെ പറയില്ല, വളം കൂടെ ഇട്ട് കൊടുക്കാൻ കൂട്ടി മതി കേട്ടോ. ശരിക്കും ആട്ടിൻ കാഷ്ടം വേണ്ടില്ല, ഇതങ്ങോട്ട് പമ്പ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. ഇതാണ് അടഞ്ഞത് കണ്ടില്ലേ, ഇതാ കറങ്ങുന്നുണ്ട്. ഇനി ഇത് അവിടെ ഇതിന് അടച്ചിൽ ഇടക്കിടക്ക് വരുന്നുണ്ടല്ലോ. ഇതൊക്കെ ഒന്ന് സെറ്റ് ആയി കൊടുത്താൽ മൈക്കൊക്കെ നനിയോ. ഇതാ നല്ല പച്ച വെള്ളം വരും. ഓഫ് ചെയ്യേണ്ടി വരുമോ, വാൽവ് പൂട്ട അല്ലെങ്കിൽ പണി കിട്ടും. നനയാൻ വയ്യ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരെ വാൽവ് സെറ്റ് ചെയ്ത് വെച്ചോണ്ട് ഏതാ നോക്കട്ടെ. കണ്ടോ, നമ്മളിങ്ങനെ വാൽവ് വെച്ചോണ്ട് നമുക്ക് പണി എളുപ്പം. അതുകൊണ്ട് നമ്മൾ 4 വെച്ച് വാൽവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കരട് ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കൊന്ന് കരട് വരും. അതാണ് ഞാൻ ആദ്യം ക്ലീൻ ചെയ്ത് വെച്ചത്. നീ വാൽവ് തുറക്കാം. തുറന്നോ, കുഞ്ഞോളെന്നെ അവിടെ നിന്ന് തുറക്കുന്നുണ്ടോ. ഇതാ സംഭവം സെറ്റായി. നല്ല സുഖം കിട്ടും. നല്ല വെയിലാണ്. എന്തായാലും നമ്മൾ കുറച്ച് സമയം അടിച്ചിട്ട് നിർത്തട്ടോ. നമുക്ക് വൈകുന്നേരം അടിച്ചു വെക്കാം. നാളെ രാവിലെ തൈ നടണമെങ്കിൽ വൈകുന്നേരം നനയ്ക്കാം. ഈ വെയിലത്ത് പിന്നീട് ഇട്ടിട്ട് ഒന്ന് വെള്ളത്തിന്റെ പേടി. ഞാൻ ആദ്യമായിട്ട് വെള്ളത്തിന് അങ്ങനെ പേടിച്ചെന്ന്. വെള്ളം പുഴയിലെ മോട്ടർ ഇറക്കി കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വിഷയമില്ല. നമുക്കിനി എന്താ പറയുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്പ്രിംഗ്ലർ വർക്ക് ചെയ്താൽ നമുക്ക് തീരെ അത്രയും വെള്ളം കിട്ടും. ഞാൻ പറയില്ല, അത് ഇറക്കാത്തൊരു പ്രശ്നം വന്നുകൊണ്ടാണ്. ഒരു കുറച്ച് സമയം എന്തായാലും ഇങ്ങനെ നനഞ്ഞൊക്കെ സെറ്റ് ആട്ടെ. അപ്പൊ ഇത്രയല്ല വീഡിയോയിൽ ഇത്ര ഇങ്ങനെ നമ്മൾ പച്ചക്കറി നടുന്നതിന് മുന്നേ മണ്ണിന് നല്ല നനവ് വേണം. മഴ ഇല്ലെങ്കിലൊക്കെ ഇതുപോലെ പൈപ്പും കാര്യങ്ങളും സ്പ്രിംഗ്ലറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നനച്ചിട്ട് നട്ടു കൊടുക്കുക. ഇതിന്റെ അറിയണമെങ്കിൽ എന്താ വെച്ചാൽ തൈ നട്ടറിയാം. പെട്ടെന്ന് തൈ നമ്മൾ മണ്ണിലോട്ട് വെച്ചാൽ വേഗം വാടിപ്പോവും. ഇങ്ങനെ തണുപ്പ് കിട്ടിയിട്ട് വേണം നമ്മൾ തൈയിന്റെ വേര് ഇത് അങ്ങനെ കുഴിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തൈ ഇങ്ങനെ ഉണങ്ങിയാണ്ട് പോയിരുന്നു. വാടിയാണ്ട് പോകും, ഉണങ്ങി പോലെ വാടിയാണ്ട് പോകും. അപ്പൊ ഇങ്ങനെ നനവ് കൊടുത്ത് ഈ മണ്ണിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ വേരിനെ പിടിപ്പിച്ചു കൊണ്ടുവരണം. എന്തായാലും ഞാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറെ കാലത്തിന് ശേഷം നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരലുണ്ട്. മെയിൻ തന്നെ നാസർക്കാർക്ക് അപ്പോഴൊരു സല്യൂട്ട് കൊടുക്കണം. ഇത്രയും പൈപ്പിൽ എവിടെയും തട്ടാതെ ഈ കളകളൊക്കെ ചെത്തിയ സമയത്ത് കൈക്കോട്ടൊക്കെ പൊട്ടിക്കാത്തതിന്. പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളെ അന്നത്തെ ദിവസം അതിന് പോകും. ഞാൻ പറഞ്ഞല്ലോ, ഏച്ചു കൂട്ടൽ ഇതൊക്കെ നമ്മൾ ജോയിന്റ് ചെയ്താ നിങ്ങൾ കൈക്കോട്ട് തട്ടി. ഇങ്ങനെ ജോയിന്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പരിപാടി ആയില്ല. ഉരുക്കും കേറ്റും പ്ലംബിംഗുകാർ ചെയ്യുന്ന നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പൊ കുറച്ച് എയിമായി ഞാനിങ്ങനെ കുറെ പൊട്ടിച്ചിട്ടൊക്കെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ക്ലിയർ ആയി വന്നിട്ട് നമുക്ക് ഇതിനി ഓഫ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം, ഫാമത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. അടുത്ത പശുവിന്റെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നേരം ഞാൻ നിൽക്കുമ്പോഴത്തേക്കും പശുവിന്റെ പരിപാടി തുടങ്ങാനാവും. അപ്പൊ അതിന് മുന്നേ ഗ്യാപ്പിൽ വന്നിട്ട് ചെയ്തതാണ്. ഇനി കറവും കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ വേഗം പോവാണ്. ഇപ്പൊ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.